KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് പാലായിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. പുഴക്കര മൈതാനത്തെ ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന സ്വീകരണ സമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലുമുള്ള പ്രതിഷേധമാണ് കെ സുധാകരനും VD സതീശനും ഉയർത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥയ്ക്കാണ് പാലായിൽ സ്വീകരണം നൽകിയത്. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളിലുള്ള പ്രവർത്തകരാണ് സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ജാഥയ്ക്ക് സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെയും ത്രിവർണ്ണ പതാകകളുടെയും അകമ്പടിയോടെയാണ് പ്രക്ഷോഭയാത്രയെ സമ്മേളനവേദിയായ പുഴക്കര മൈതാനിയിലേക്ക് ആനയിച്ചത്. പുഴക്കര മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് നേതാക്കൾ സംസാരിച്ചത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നടത്തുന്ന അഴിമതികളെക്കുറിച്ചും കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും ശക്തമായ വിമർശനമാണ് കെ സുധാകരൻ ഉന്നയിച്ചത്. അപ്പോൾ പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യമുണ്ട് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയത്തിൽ എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗൂഢാലോചന നടത്തിയ കേസിൽ ഒരു പിടി ആളുകൾ അകത്ത് പോകാനുണ്ട്, പോകേണ്ടി വരും. അതിലൊന്ന് നമ്പർ 1 സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ കേസിന്റെ അകത്ത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയിട്ട് കോടതി രണ്ടാൾക്കും കൂടെ ജീവപര്യന്തം പിഴച്ചു. ഒഴിവാക്കാൻ പോയതാ, ഞങ്ങൾ നിരപരാധിയാണെന്ന് പറയാൻ, അത് ബോധ്യപ്പെടുത്താൻ. പക്ഷേ കോടതി കേസ് പഠിച്ചപ്പോ ആ കേസിന്റെ അകത്ത് അങ്ങനെയല്ല എന്ന് കോടതി കണ്ടെത്തി. കോടതി 2 പേരെ കൂടുതലായി കേസിന്റെ അകത്ത് പുറത്തു വിട്ടവരെ അകത്താക്കി ജയിലിലാക്കി എന്ന് പറയുമ്പോ ഇനിയും ആളുകൾ അകത്ത് പുറത്തു പോകാനുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കെടുകാര്യസ്ഥത നിറഞ്ഞ ഭരണത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. 50,000 ടൺ നാളികേരം സംഭരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു. കേരള ഗവൺമെന്റ് സംഭരിച്ചത് എത്രയെന്നറിയാം? 10,000 ടൺ, 5-1. അതിൽ 5,000 ടൺ തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനം, കള്ളസാധനം ഇടയിൽ കയറിയതാ. തമിഴ്നാട് ചെയ്തറിയാമോ? 50,000 ടണ്ണും സംഭരിച്ച് 34,000 ടണ്ണ് സംഭരിക്കാൻ അഡീഷണൽ അനുമതി വാങ്ങി. അവർ 75,000 ടൺ നാളികേരം ഇതുവരെ സംഭരിച്ചപ്പോൾ കേരളം സംഭരിച്ചത് 10,000 ടൺ മാത്രം. കർഷകരോടുള്ള ഈ ഗവൺമെന്റിന്റെ നിലപാടെന്താ? എന്താ നിലപാട്? എന്നിട്ട് നവകേരള സദസ്സ് ഇവിടെ വാഴയ്ക്കൻ പറഞ്ഞു, പാലായിലെ യോഗത്തിൽ പാലായിലെ MP റബ്ബറിന്റെ കാര്യം പറയാൻ പാടില്ല. അപ്പൊ ശുഭിതനായി മുഖ്യമന്ത്രി പാലായിൽ വെച്ചല്ലാതെ റബ്ബറിന്റെ കാര്യം പിന്നെ എവിടെ വെച്ചാ പറയേണ്ടത്? സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ജോസഫ് വാഴയ്ക്കൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ബിജു പുനത്താനം, CT രാജൻ, R സജീവ്, സതീഷ് ചൊളാനി തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ചാണ്ടി ഉമ്മൻ MLA, കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആയിരക്കണക്കിന് ആളുകളാണ് സ്വീകരണ സമ്മേളനത്തിൽ പങ്കുചേർന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.